നമ്മുടെ കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അവിടെ താമസിക്കുന്ന ജാതിവർണ്ണ ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ച് തന്നെ പങ്കെടുപ്പിച്ച് നമ്മളെല്ലാം ആശ്രയിക്കുന്ന ആധാരമായിട്ടുള്ള ദേവതയുടെ അനുഗ്രഹത്തിന് വേണ്ടി, അത് വിശേഷാൽ മന്ത്രങ്ങളോട് പൂജിക്കുന്നവർ മാത്രമല്ല, അദൃശ്യ സാന്നിധ്യമേകുന്ന ചില ശക്തികൾ ഭൂമിയിലുണ്ട്. അവരുടെ കൂടെ അനുഗ്രഹം ലഭിക്കത്തക്കവണ്ണമാണ് ഇതുപോലുള്ള ആചാരങ്ങളിലെ പ്രത്യേകത. അത് കളമെഴുത്തുപാട്ടിലാണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെ. അതുപോലെ അപൂർവമായിട്ട് ഇപ്പോൾ 42 വർഷം കൂടിയാണ് പുന്നക്കീഴ് ക്ഷേത്രത്തിൽ ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. മണ്ണാർശാല ക്ഷേത്രത്തിൽ ഇതുപോലെ 42 വർഷത്തിന് ശേഷമാണ് ഈ വള്ളിപ്പാനുള്ള അപൂർവ ചടങ്ങുകൾ നടക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് 12 വർഷത്തിലൊരിക്കൽ തീർച്ചയായിട്ടും വള്ളിപ്പാനം നടത്തേണ്ടി വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വിശേഷാൽ വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്ന സമൂഹം മുഴുവനും അനുഗ്രഹിക്കപ്പെടുകയാണ്. അവിടെ ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ പ്രവേശനത്തിന് ആ കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആചാരങ്ങൾ എല്ലാ ജാതിയിൽപ്പെട്ട അവരാരാധിക്കുന്ന ശക്തി സ്രോതസ്സുകളുടെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രത്തെ പാകപ്പെടുത്തിയതാണ്. ഒന്ന് ചിന്തിക്കണം, എത്രയെത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ഓരോ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആചാര്യന്മാരുടെ ഒരു സംഗമം കൂടിയാണ് ഈ പാന എന്ന് പറയുന്നത്. അതിലെ എല്ലാ ജാതികളും മുകളിൽ നിന്ന് തുടങ്ങി അറ്റത്ത് നിൽക്കുന്ന ഏത് വിഭാഗവും അവരുടെ ശക്തി സ്രോതസ്സുകൾക്കുള്ള ആരാധനയാണ് നടക്കുന്നത്. ആ ആരാധനയിലൂടെ സർവ്വദോഷങ്ങൾ ദേശത്തിനും ദേശവാസികൾക്കും മാറിക്കിട്ടുകയാണ്. ഇത് സത്യമായതുകൊണ്ടാണ് കാലങ്ങൾ പഴക്കമുള്ള നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ പ്രൗഢിയോടെ നടത്തുവാനുള്ള കാരണം തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കണം. അത് വെറുതെ വന്ന് പങ്കെടുത്താൽ പോരാ, ഓരോ ആചാരങ്ങൾ എന്താണ് എന്നറിഞ്ഞ് അതിൽ പങ്കെടുക്കാനുള്ളൊരു മനസ്സ് നമ്മളെല്ലാവരും ഉണ്ടാവണം. വരുന്ന തലമുറയെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്.